ആയിട്ടുള്ളൊരു ചിക്കൻ ബിരിയാണിയാണ്. അതിലേക്ക് പാൻ വെച്ചതിന് ശേഷം നെയ്യ് ഒഴിച്ചു. നെയ്യ് ചൂടായി കഴിയുമ്പം കാഷ്നട്ടും കിസ്മസും ഫ്രൈ ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റേതായ സൗണ്ടുകൾ കേൾക്കുന്നുണ്ട്. ഫ്രൈ ചെയ്യുന്നതിൻ്റേതായ എല്ലാവരും ക്ഷമിക്കേണ്ടതാണ് ആ സൗണ്ട് കേൾക്കുന്നത് കൊണ്ട്. ഇത് ഫ്രൈ ചെയ്ത് ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ആ നെയ്യിൽ തന്നെ ഞാൻ ഏലക്ക, ഗ്രാമ്പു, കറുവപ്പട്ട ഇട്ടു. ജസ്റ്റ് അതൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്കൊരു കണ്ടിച്ച് വെച്ചിരിക്കുന്ന 4 സബോളയെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ അതിലേക്കിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് ഉപ്പൂടെ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഇടാവുള്ളൂ, കാരണം നമ്മൾ ചോറിൽ ഓൾറെഡി ഉപ്പിടുന്നതുകൊണ്ട് കൂടി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതവിടെ ഇരുന്ന് ഒരു സൈഡിൽ ഫ്രൈ ചെയ്യട്ടെ. നമുക്ക് നേരം നമ്മുടെ ചിക്കൻ ഓൾറെഡി ഞാൻ മസാല എല്ലാം പെട്ട് റെഡിയാക്കി വെച്ചേക്കുന്നതാണ്. അത് നമുക്ക് എയർ ഫ്രയറിൽ കിട്ടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മുടെ സബോളയെല്ലാം വഴഞ്ഞിട്ടുണ്ട് നല്ലപോലെ. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും കുറച്ച് മുളക് പൊടിയും ഇട്ട് ഒന്ന് പച്ചമണം മാറുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഈ സമയത്തിനുള്ളിൽ ഞാനിവിടെ ചോറ് ഓൾറെഡി നല്ല കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പച്ചമണം മാറി നമുക്കൊരു കട്ട് ചെയ്ത് വെച്ച 4 തക്കാളി ഇതിലേക്കിട്ട് നല്ലപോലെ തക്കാളി വേകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് ചോറ് റെഡിയാക്കാവുന്നതാണ്. അത് പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് നെയ്യ് ഒഴിച്ചു. കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്കയും ഇട്ടു. അതിലേക്ക് നമ്മൾ വെള്ളം കളഞ്ഞു വെച്ചേക്കുന്ന അരി അതിൻ്റെ അകത്തേക്കിട്ട് അരി നല്ലപോലെ ഒന്ന് ചൂടാകുന്നത് വരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ജസ്റ്റ് ഒരു സൗണ്ട് കേൾക്കും, അങ്ങനെ അരി പൊട്ടുന്ന പോലെ. അപ്പോൾ അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചു, ഉപ്പ് വിട്ട് അതവിടെ വേകാനായിട്ട് സൈഡിൽ വെച്ചിട്ടാണ്. നമ്മുടെ എയർ ഫ്രൈയിൽ നിന്നും ചിക്കൻ എടുത്തു, അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരപ്പിലേക്ക് ആ ചിക്കൻ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 4-5 മിനിറ്റ് അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെക്കണം. നല്ലപോലെ ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കത് അടച്ചു വയ്ക്കാം. നല്ലപോലെ ആ കഷ്ണത്തിലേക്ക് അരപ്പുകളൊക്കെ പിടിക്കണം. അതിനു വേണ്ടിയാണ് നമ്മളത് അടച്ചു വെച്ച് ഒരു 4-5 മിനിറ്റ് നമ്മളതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ചോറ് റെഡിയായിട്ടുണ്ട്. ചോറ് നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്, ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നല്ലപോലെ റെഡിയായിട്ടുണ്ട്. അന്നേരം നമുക്ക് ആ ചിക്കനിലേക്ക് ഒരു 4 to 5 സ്പൂണ് തൈര് ചേർക്കാവുന്നതാണ്. തൈര് ചേർത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ റൈസിൽ കിസ്മസും കാഷ്നട്ടും കുറച്ച് മല്ലിയിലയും ഇട്ട് ഗാർണിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. തൈരൊക്കെ നല്ലപോലെ അതിലേക്ക് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്കിത് ഈ ഇരിക്കുന്ന ചിക്കൻ നമുക്ക് ആ ചോറിലേക്ക് മിക്സ് ചെയ്യുകയാണ്. ഇതാണ് മിക്സ് ചെയ്തേക്കുന്ന ചിക്കൻ ബിരിയാണി. അതിനുശേഷം ഇതാണ് നമ്മുടെ ഫൈനൽ ചിക്കൻ ബിരിയാണി. അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം.